നമസ്കാരം. അങ്ങനെ ഈ വർഷവും 2025 നമ്മുടെ ജീവിതത്തെ തഴുകി കടന്നു പോവുകയാണ്. ഈ വർഷം ഏകദേശം തീരാറായിരിക്കുന്നു. നാളെ മുതൽ പുതിയൊരു വർഷം ആരംഭിക്കുകയാണ്. ഭാരതീയ സിദ്ധാന്തങ്ങളെ ആസ്പദപ്പെടുത്തിയിട്ട് സമയം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കലണ്ടർ മാത്രമല്ല, അതൊരു കാലമാണ്. അപ്പം ഓരോ പുതുവർഷങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം കർമ്മം ശുദ്ധീകരിക്കാനും ആത്മീയമായി ഉയരാനുമുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണേണ്ടത്. കാരണം ആത്മീയമായിട്ട് ഉയരുന്ന സമയത്ത്, സ്പിരിച്വലായിട്ട്, റിലീജിയസ് ആയിട്ടല്ല, സ്പിരിച്വലായിട്ട് ഉയരുന്ന സമയത്ത് ആ ഇൻഡിവിജ്വലായിട്ട് നമ്മൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, ട്രാൻസ്ഫോർമേഷൻസ് നമ്മുടെ ഭൗതിക ജീവിതത്തെയും ഒരുപാട് സ്വാധീനിക്കും. അതുപോലെ തന്നെ ഭൗതികപരമായിട്ടുള്ള ജീവിതത്തിൽ പലതും ചെയ്ത് നമുക്കെല്ലാം ആഗ്രഹിക്കുന്നത് നേടിയാലും ചിലപ്പം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, ഒരു തൃപ്തി ഉണ്ടാവില്ല. ആ തൃപ്തി ഉണ്ടാവണമെങ്കിൽ ആത്മീയമായിട്ടുള്ളൊരു വളർച്ച നമുക്കുണ്ടാവണം. അപ്പം ഭൗതികവും ആത്മീയവുമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പുതിയ ഒരു അവസരമായിട്ട് വേണം നമ്മൾ ന്യൂ ഇയറിനെ കാണാൻ, അല്ലെങ്കിൽ പുതുവർഷത്തെ കാണാൻ. അങ്ങനെ വേണം ഇതിനെ ആഘോഷിക്കാനും, അങ്ങനെ പ്ലാൻ ചെയ്ത് വേണം മുന്നോട്ട് പോവാനും. കാരണം ഗോൾ ഇല്ലാതെ ഒരാളുടെ ജീവിതത്തിൽ എത്ര ആഗ്രഹങ്ങളുണ്ടെങ്കിലും അത് വർക്കൗട്ട് ആവില്ല. അതുകൊണ്ട് ഈ വർഷത്തെ ന്യൂ ഇയർ എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി ഫോർ എവല്യൂഷൻ ആണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഈ വർഷം ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എന്നോടൊപ്പം അത് ചെയ്യുകയും ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ എന്തായാലും ചെയ്യും, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. എന്നോടൊപ്പം എന്നെ ഇഷ്ടപ്പെടുന്നവർ, എന്നെ കേൾക്കുന്നവർ ഈ വർഷം ചെയ്യാൻ നോക്കിയാൽ 2026 ഡിസംബർ 31 നമ്മൾ കാണും. അന്ന് ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും എന്നുള്ളത്. വലുതായിട്ടങ്ങ് എല്ലാം പൂർണ്ണമായിട്ടങ്ങ് 100% പെർഫെക്ഷനോടെ ഒന്നും ചെയ്യാൻ നോക്കണ്ട. ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഇപ്പം ജാനുവരി തുടങ്ങി ഫെബ്രുവരിയിലാവുമ്പോഴത്തേക്ക് കുറച്ചും കൂടി അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ശ്രമിച്ചാൽ, ആത്മാർത്ഥമായിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ, വെറും 365 ദിവസമേ ഉള്ളൂ. അപ്പോൾ ആത്മാർത്ഥമായിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും അടുത്ത വർഷം ഡിസംബർ 31 ഞാൻ ഇതുപോലെ വീണ്ടും വരും. അന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുമ്പം, നമ്മുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പം ഉറപ്പായിട്ടും ആധ്യാത്മികമായിട്ടും ഭൗതികപരമായിട്ടും ഒരു സ്റ്റെപ്പ് നമ്മൾ മുകളിലേക്ക് കയറിയിട്ടുണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അത് ഗ്യാരണ്ടിയാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ കാര്യം സങ്കല്പത്തിൻ്റെ ശക്തിയാണ്. അതായത് വിഷ്വലൈസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ആഗ്രഹിക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്നത്തെ കാലത്ത് ആധ്യാത്മികതയിൽ ആഗ്രഹങ്ങൾ പാടില്ല, ആഗ്രഹം വേണ്ട എന്നൊക്കെയാണ് പറയുന്നത്. ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം, സന്യാസിക്ക് അത് കുഴപ്പമില്ല, പക്ഷെ ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവൻ ധർമാർത്ഥ കാമങ്ങളിലൂടെ കടന്നു പോയാലേ അവന് പൂർണ്ണമായിട്ടും മോക്ഷത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ് പൂർണ്ണമായിട്ടും. അതിനെ ചതുർവിധ പുരുഷാർത്ഥങ്ങളെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മോക്ഷം എന്ന് പറയുന്നത് പോലും, ഇപ്പോൾ സാധന ചെയ്യാൻ തുടങ്ങുന്ന ഒരാളിന് മോക്ഷം കിട്ടണം എന്ന് ചിന്തിക്കുന്നത് പോലും അതൊരാഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നന്നായി ആഗ്രഹിക്കാൻ പഠിക്കുക. നല്ല രീതിയിൽ വളരെ വിശാലമായിട്ട് ആഗ്രഹിക്കാൻ പഠിക്കുക. ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തത് ആഗ്രഹിക്കുക എന്നുള്ളതല്ല. നിങ്ങളെ മനസ്സിലാക്കി, നമ്മൾ ഓരോരുത്തരും നമ്മളെ മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ടത്, നമുക്ക് ചേരുന്നത് എന്താണെന്ന് നമുക്കല്ലേ നമ്മളെ അറിയത്തുള്ളൂ. അപ്പം നമുക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ആഗ്രഹിക്കാൻ പഠിക്കുക. അതിന് നമ്മൾ നമ്മുടെ കൂടെ ഇരിക്കണം. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ നമ്മുടെ കൂടെ ഇരിക്കുമ്പം
നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടാത്തത്, നമുക്ക് എന്തൊക്കെയാണ് സന്തോഷം നൽകുന്നത്, നമുക്ക് എന്തൊക്കെയാണ് സന്തോഷം നൽകാത്തതെന്നൊക്കെ മനസ്സിലാവും. അത് കർമ്മഫലവുമായിട്ട് ചേരുന്നതാണ്. അതിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ സക്സസ്ഫുൾ ആവുന്നത്. അല്ലെങ്കിൽ ഒരുപാട് വാസനകളുടെ പുറകെ പോയിട്ട് അത് അപക്വമായിട്ടുള്ള രീതിയിലുള്ള വാസനയാണെങ്കിൽ, നമുക്ക് വേണ്ടതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയവും കാലവും നഷ്ടപ്പെട്ടു പോകും. നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളിലായിട്ട് എല്ലാ വർഷവും ന്യൂ ഇയർ തുടങ്ങുന്നതിന് മുമ്പേ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കും, കുറേ തീരുമാനങ്ങളെടുക്കും. എന്നിട്ടത് പാതി വഴിയിൽ ഉപേക്ഷിക്കും. അതുപോലെയാണ് ഈ സ്ഥലവും. വെള്ളത്തിന് വേണ്ടിയിട്ടാണ് കുളം കുത്തിയതും ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചതും. പക്ഷേ ഉപയോഗിക്കാൻ വെള്ളമില്ല എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയിട്ട് കുറച്ച് കഴിയുമ്പം 2 or 3 അല്ല ഒരാഴ്ച വരെ നല്ല കുഞ്ഞുങ്ങളാവാൻ നോക്കും. ഇതൊക്കെ മാറ്റണം, ദിസ് ഇയർ, ഈ വർഷം എനിക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം, ഈ വർഷം എൻ്റെ വർഷമാണെന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റൊക്കെ ചെയ്തിട്ട് 2 ആഴ്ച കഴിയുമ്പം പഴയതിനേക്കാട്ടിലും ഇതാവും. അപ്പോൾ കുഞ്ഞു കാര്യങ്ങൾ, എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങൾ, നമുക്ക് നമ്മളെ അറിയാമല്ലോ. അപ്പം അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്ന പോലെ എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങൾ പൊക്കിയെടുക്കുക എന്നുള്ളതിനേക്കാളുപരി വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് പകരം കുഞ്ഞു കാര്യങ്ങൾ മാറ്റമുണ്ടാക്കിയാൽ 365 ദിവസമുണ്ട് നമ്മുടെ മുന്നിൽ. അടുത്ത വർഷം നമ്മൾ കാണാൻ 365 ദിവസമുണ്ട്. ഈ 365 ദിവസത്തിൽ ഓരോ ദിവസവും ഒരു 24 മിനിറ്റെങ്കിലും ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്താൽ ഈ കുളത്തിൻ്റെ അവസ്ഥ പോലെ കുളമാവില്ല എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് കിട്ടേണ്ടതും നഷ്ടപ്പെടേണ്ടതും എല്ലാം ഈ ഭൂമിയിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നിരന്തരമായിട്ട് സങ്കല്പങ്ങളിലൂടെ പോകുമ്പം, ഈശ്വര പ്രാർത്ഥനകളിലൂടെ പോകുമ്പം, നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു വിഷയത്തിൽ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി നിൽക്കുമ്പം വീണ്ടും നമ്മൾ വാസ്തവത്തിൽ പ്രപഞ്ചവുമായിട്ടുള്ളൊരു ഉടമ്പടിയിലേക്കാണ് എത്തുന്നത്. കാരണം ഞാനും ഈ പ്രപഞ്ചവും ഒന്നിൻ്റെ തന്നെ വകഭേദങ്ങളായത് കൊണ്ട് തന്നെ നമ്മുടെ യഥാർത്ഥ ധാർമ്മികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുമ്പം ആ ശ്രമിക്കുന്ന കാര്യങ്ങൾ നടക്കാനുള്ള ഒരവസരം, സ്പേസ് ഇവിടെ ഉണ്ടാകും. കാരണം എന്താ, നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കേണ്ടതും നഷ്ടപ്പെടേണ്ടതും ഈ ഭൂമിയിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് എടുക്കുന്നത് എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങൾ മാത്രമാണ്. വാസ്തവത്തിൽ അത് മാത്രമല്ല, വളരെ നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം നിങ്ങൾക്ക് എന്താവണം എന്നുള്ളത് ചെയ്യണം. ആഗ്രഹിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആഗ്രഹിക്കുന്നതിനനുസരിച്ചുള്ള ഒരു ശരീരം നിങ്ങൾക്കുണ്ടോ, ആഗ്രഹിക്കുന്നതിനനുസരിച്ച് അത് നേടിയെടുക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ, ആഗ്രഹിക്കുന്നതിനനുസരിച്ച് നേടിയെടുക്കാനുള്ള ഒരു നിഷ്ഠയായ കൺസിസ്റ്റൻ്റ് ഒരു ജീവിത ശൈലി നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നോക്കുക. ഇതൊന്നുമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാതിരിക്കുന്നതിന് ആരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം ആദ്യത്തേത് നന്നായിട്ട് ആഗ്രഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിഷ്വലൈസേഷനാണ് ഒന്നാമത്തെ കാര്യം. അത് പ്രപഞ്ചശക്തിയുമായി നമ്മളെ ചേർത്ത് വെക്കുന്ന, ഈശ്വരനുമായി ചേർത്ത് വെക്കുന്ന ഒരു ഉടമ്പടിയായിട്ട് കാണുക. തുടക്കകാലത്ത് ഏറ്റവും താഴ്ന്ന തലത്തിൽ, അവിടെ നിന്ന് ഉയർന്നുയർന്ന് പോകുമ്പം ഞാനും ഈശ്വരനും ഒന്നാണെന്നുള്ള അവസ്ഥയിലേക്കൊക്കെ എത്തും. പക്ഷേ ഗൃഹസ്ഥൻ്റെ ഈ നമ്മളെപ്പോലുള്ളവർക്ക്, ഗാർഹസ്ഥ്യത്തിൽ ജീവിക്കുന്നവർക്ക് നമ്മുടെ നെക്സ്റ്റ് ഇയർ എങ്ങനെയാവണമെന്ന് ആഗ്രഹിക്കുക, ഈശ്വരനോട് നന്നായി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുന്നതും സമർപ്പിക്കുന്നതും പോലും പലരുടെ വിചാരമുണ്ട്, ഈശ്വരനെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട്, എല്ലാം അറിയാവുന്നതല്ലേ എന്ന്. സർവ്വവ്യാപിയായ ഈശ്വരനെല്ലാം അറിയാം. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ഒരു തോട്ട്, നമ്മളുടെ ഒരു കമാൻഡ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സിഗ്നൽ, ഒരു എനർജി സിഗ്നൽ ഈ പ്രപഞ്ചത്തിൽ പോവുകയും നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയത്തിൻ്റെയും നമ്മളുടെയും ആഗ്രഹിക്കുന്ന വിഷയമാകുന്ന ഊർജ്ജ തരംഗങ്ങളുടെയും എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് വരുമ്പം അത് നടക്കാനുള്ള സാധ്യത ഈ പ്രപഞ്ചത്തിൽ ഉരുത്തിരിഞ്ഞ് വരും എന്നുള്ളതാണ്. അത് നടക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥനയും വിഷ്വലൈസ് ചെയ്യുന്നതും ധ്യാനിക്കുന്നതും ഒക്കെ ഇതിന് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആത്മാർത്ഥമായിട്ടൊരു വിഷയം സങ്കല്പിക്കണേ തന്നെ നല്ലൊരു മനസ്സ് വേണം.
പിടച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിന് ശരിക്കും ആഗ്രഹിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് എപ്പോഴും കൺഫ്യൂഷനായിരിക്കും. അതാണോ ശരി, ഇതാണോ ശരി, മറ്റേതാണോ ശരി, മറിച്ചാണോ. അപ്പോൾ ഒരു പിടപ്പുണ്ടാകും. ആ പിടപ്പിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് നിരന്തരം ഡെയിലി കുറച്ച് സമയം, ഒരു 25 മിനിറ്റ്, അത്രയെങ്കിലും മിനിമം 24 മണിക്കൂറിൽ ഒരു നാഴിക സമയം 24 മിനിറ്റെങ്കിലും ഈശ്വര സേവയ്ക്കായിട്ട് മാറ്റിവെക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ അടുത്ത വർഷം നിങ്ങൾക്ക് സൂപ്പറാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഈ വർഷത്തിൽ ഞാനൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ നേരത്തുള്ള ഒരു സങ്കല്പം എന്ന് പറയുന്നത്, ഈ പുതുവർഷത്തിൽ വെറും ഒരു തീരുമാനമെടുക്കുന്നതിന് പകരം ഒരു മഹാസങ്കല്പത്തെ എടുക്കുക. എൻ്റെ ജീവിതം കേവലം എൻ്റെ സ്വാർത്ഥപരമായ നേട്ടങ്ങൾക്കപ്പുറമായിട്ട് എനിക്ക് ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള വിജയങ്ങൾ തരണമെന്നും അതുകൊണ്ട് എനിക്കും എൻ്റെ ചുറ്റുപാടുകൾക്കും ഈ പ്രകൃതിക്കും സന്തോഷമുളവാകുന്ന, ആനന്ദമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയണമേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. എൻ്റെ ഈ ജന്മം ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന, കൃത്യമായി യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു, എനിക്ക് ഞാനെങ്കിലും കോൺട്രിബ്യൂട്ടർ ആവുന്ന രീതിയിലുള്ള, അതിന് ഉതകുന്ന, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിത്തരുന്ന ഒരു വർഷമായിരിക്കണേ ഇത് എന്നുള്ളതാണ് എൻ്റെ ശക്തമായ വിശ്വാസം എന്ന് പറയുന്നത്. ലോകത്തിന് നന്മയുണ്ടാക്കണമെങ്കിൽ, ചുറ്റുപാടുകളിൽ നന്മയുണ്ടാവണമെങ്കിൽ ആദ്യം നമ്മളിലുള്ളിൽ ആ നന്മയുണ്ടാവണം. നന്മയില്ലാത്ത ഒരാൾ എത്ര അഭിനയിച്ചാലും ആ ചുറ്റുപാടുകളിൽ അതുണ്ടാവില്ല. കാരണം എവറി ആക്ഷൻ ഈസ് എ തോട്ട് മെയ്ഡ് മാനിഫെസ്റ്റേഷൻ. ചിന്തകളുടെ ബാഹ്യാവിഷ്കാരമാണ് ജീവിതം എന്നുള്ളത് കൊണ്ട് തന്നെ ഒന്നാമത്തെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ ഒരു മഹാസങ്കല്പമായിട്ട് തന്നെ ജീവിതത്തെ എടുക്കുക. എൻ്റെ ജീവിതം എനിക്കൊരുപാട് സന്തോഷം നൽകുന്നതാവണം. അതിനുള്ള ഒരു സാഹചര്യം എനിക്ക് ഈ വർഷം, അല്ലെങ്കിൽ അതിനുള്ള ഒരു അടിത്തറ എനിക്ക് ഈ വർഷം ഒരുക്കി തരണേ എന്ന് ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അത് എന്നോടൊപ്പം തന്നെ ഞാൻ ജീവിച്ചിരിക്കുന്ന ഈ ലോകത്തിൽ എൻ്റെ സഹജീവികൾക്കും ചുറ്റുപാടുകൾക്കും അത് ഉപകാരമായി തീരണേ എന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക. കാലം അതിന് വഴിയൊരുക്കും എന്നുള്ളത് ഉറപ്പാണ്. നമ്പർ 2, ഡെസ്റ്റിനി വിഎസ് സെൽഫ് എഫേർട്ട് എന്നുള്ളൊരു സബ്ജക്റ്റാണ്. അത് ഞാൻ ഈ ഒരു കാര്യം പറയാൻ കാരണം, ജ്യോതിഷം എന്ന് പറയുന്നൊരു ഏരിയയും കൂടെ ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയാമല്ലോ. നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും അതാണ് വരുന്നത്. അപ്പം ഈ പലപ്പോഴും ദുരനുഭവങ്ങൾ വരുമ്പം ഫിക്സഡായിട്ടുള്ള കർമ്മ, ദൃഢ ഫലം അല്ലെങ്കിൽ സഞ്ചിത പ്രാരാബ്ധ ആഗമിക കർമ്മങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പം ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പം അതിൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് പൊതുവിൽ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ എൻ്റെ പ്രാരാബ്ധങ്ങളാണ്, അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ സഞ്ചിത കർമ്മങ്ങളാണെന്ന് പറഞ്ഞ് അങ്ങ് കളയും. ജ്യോതിഷത്തിൽ വന്ന് വെച്ചിട്ട് എൻ്റെ ജാതകത്തിലെ വിധി ഇതാണ് എന്നൊക്കെയാണ്. അപ്പം ആ ഡെസ്റ്റിനിയെ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. ഡെസ്റ്റിനി അത് ഓൾറെഡി വിധിയാണല്ലോ. മാർക്കണ്ഡേയ മഹർഷിയുടെ ഇത് 16-ാമത്തെ വയസ്സിൽ മരിക്കുമെന്ന് പറഞ്ഞ മാർക്കണ്ഡേയ മഹർഷി എങ്ങനെ ചിരഞ്ജീവിയെ, ഒരിക്കലും മരിക്കാത്ത അവസ്ഥയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതും ഈ ഡെസ്റ്റിനിയെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ള നമ്മുടെ ഋഷിമാർ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പം അതാലോചിക്കണം, ആ പോയിൻ്റ്. അപ്പം നമ്മുടെ പ്രസൻറ്റ് സെൽഫ് എഫേർട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ, അഥവാ പ്രാരാബ്ധം കഴിഞ്ഞു വരുന്ന ആഗമികം എന്ന് പറയുന്ന ഭാഗം. എൻ്റെ പേര് ജിനേഷ് എന്നാണെങ്കിൽ എൻ്റെ ജാതകം എന്ന് പറയുന്നത് എനിക്ക് ആ പേര് കിട്ടുന്നതിന് മുമ്പുള്ളതാണ് എൻ്റെ ജാതകം. എൻ്റെ സഞ്ചിത പ്രാരാബ്ധങ്ങൾക്ക് നേരെയുള്ള കണ്ണാടിയാണ് ആ ജാതകം എന്ന് പറയുന്നത്. അതിലൊക്കെ ഉള്ളതുപോലെ ആയിരിക്കും എൻ്റെ പ്ലോട്ടുകൾ ഒരുങ്ങുന്നത്, എൻ്റെ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നത്. ഈവൻ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതും അതിൽ. പക്ഷേ ആ പ്ലോട്ടിൽ നിന്നുകൊണ്ട്, ആ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് എങ്ങനെ ഏറ്റവും മനോഹരമായ രീതിയിൽ കളിക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ് ഞാനെങ്കിൽ എനിക്ക് പറ്റാത്തൊരു ഗ്രൗണ്ടിലാണ് എനിക്ക് കളിക്കാൻ കിട്ടിയെങ്കിൽ അവിടെ ഏറ്റവും മനോഹരമായിട്ട് എൻ്റെ എഫേർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെ വിക്കറ്റ് നഷ്ടപ്പെടാതെ കളിക്കാം, ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഗെയിം എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ പേരാണ് സെൽഫ് എഫേർട്ട് എന്ന് പറയുന്നത്. സെൽഫ് എഫേർട്ട് നമ്മുടെ ഡെസ്റ്റിനിയെ ചേഞ്ച് ചെയ്യും. കാരണം വെച്ചാൽ സെൽഫ് എഫേർട്ട് എന്ന് പറയുന്നത് തപസ്സാണ്. അത് ഈ ജീവിതം തന്നെ ഉപാസനയാണ്. അപ്പോൾ ഉപാസനയിൽ നിന്ന് കിട്ടുന്ന ഊർജം, ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഉപാസനയിൽ നിന്ന് കിട്ടുന്ന ഊർജം ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്.
ആ ജീവിതത്തിൽ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും, ക്രൈസിസുകൾ വരും, പല കാര്യങ്ങളും വരും. അതെല്ലാവർക്കും വരും. അതിനെ സെൽഫ് എഫേർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈശ്വരന് നിരക്കുന്ന രീതിയിൽ ജീവിക്കുന്ന സമയത്ത് കാർമിക് ലൂപ്പിനകത്തുനിന്ന് നമ്മൾ പുറത്ത് ചാടും. അനുഭവിച്ച് അതിന് പുറത്ത് ചാടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളും ജ്യോതിഷം തരികയും ചെയ്യും. പക്ഷേ ജീവിതത്തെ എങ്ങനെ മാറ്റാം, ജ്യോതിഷത്തിൽ കാണിക്കുന്ന വിധി എങ്ങനെ മാറ്റാം? ജ്യോതിഷം പറയുന്നൊരു കാര്യമുണ്ട്, സഞ്ചിതവും പ്രാരാബ്ധവും മാത്രമല്ല പറയുന്നത്, ആഗമികങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഈ പ്രസൻറ്റ് ലൈഫ് എങ്ങനെ ഭംഗിയാക്കണം എന്നാണ്. ഭംഗിയാക്കുന്നതിലൂടെ ജ്യോതിഷം പറയുന്ന മോക്ഷം എന്ന് പറയുന്ന, ജനനം തുടങ്ങി 12ാമത്തെ ഭാവമായിട്ടുള്ള മോക്ഷം എന്ന് പറയുന്ന ഭാവത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. മോക്ഷത്തിലേക്ക് സഞ്ചരിക്കുന്ന ഓരോ സോളിനും അവന് ധർമ്മ അർത്ഥ കാമങ്ങളെ എങ്ങനെ തനിക്ക് കിട്ടിയ പ്രാരാബ്ധങ്ങൾക്കനുസരിച്ച് നേടിയെടുക്കാം എന്ന് പഠിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു ശാസ്ത്രമാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് പലപ്പോഴും അസ്ട്രോളജേഴ്സിനെ കാണുന്നത്, എന്നെയാണെങ്കിൽ പോലും. പക്ഷേ ആ ബുദ്ധിമുട്ടിൽ നിന്ന് എങ്ങനെ പുറത്ത് ചാടണം എന്ന് പറയുന്ന കാര്യം, അത് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചെയ്യണം, സാധന ചെയ്യണം, ജീവിതത്തിൽ എഫേർട്ട് ഇടണം. ലൈഫിലും അത് ഈശ്വരോപാസന മാത്രമല്ല, കൺസിസ്റ്റൻസി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പല ഏരിയകളിൽ ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്താൽ ഡെസ്റ്റിനി മാറും, വർക്ക് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? പൂർവജന്മ പ്രാരാബ്ധങ്ങളുടെ ഒരു കണക്കെടുപ്പാണെന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാസ്പോർട്ടാണ്, അല്ലെങ്കിൽ പൂർവ്വജന്മ പ്രാരാബ്ധങ്ങൾക്ക് നേരെയുള്ളൊരു കണ്ണാടിയാണ് എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണെന്ന് വേണമെങ്കിൽ പറയാം ജാതകം എന്നുള്ളത്. അതിനെ മനസ്സിലാക്കിയിട്ട്, പ്രാരാബ്ധത്തെയും സഞ്ചിതത്തെയും മനസ്സിലാക്കിയിട്ട് ആഗമിക കർമ്മങ്ങളെ, വരാനിരിക്കുന്നതാണത്, പ്രസൻറ്റും ഫ്യൂച്ചറുമാണ്, ആഗമിക കർമ്മങ്ങളെ മനോഹരമായിട്ട് ചെയ്താൽ, അത്ര കംഫർട്ടൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ മനോഹരമായിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ, ലക്ഷ്യബോധത്തോടുകൂടി ചെയ്യാൻ ശ്രമിച്ചാൽ സഞ്ചിത പ്രാരാബ്ധങ്ങൾ ചുരുങ്ങും, ആളുടെ കർമ്മദുരിതങ്ങൾ തീരുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ തപസ്സിനും ജീവിതാനുഭവങ്ങൾക്കും എന്ത് ബന്ധമാണ്? ജീവിത നിരപേക്ഷമായിട്ടുള്ള ഒരു ആധ്യാത്മികത ഭാരതീയ ഋഷിമാർ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ഈ ജീവിതത്തെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വർഷമാവട്ടെ അടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിൻ്റെ സമയം, ഈ ജന്മം കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ എഫേർട്ട് ഇട്ടുകൊണ്ട്, ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന കർമ്മഫലത്തിന് മുകളിലേക്ക് കയറാൻ, ആ സൂചന നൽകുന്ന കർമ്മഫലത്തിന് മുകളിലേക്ക് കയറാൻ ഈശ്വരനെ ശരണം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാവർക്കും അതിന് കഴിയട്ടെ, അതിനുവേണ്ടി ശ്രമിക്കണം. ശ്രമിച്ചാൽ ഉറപ്പായിട്ടും മാറ്റം വരും. അടുത്തത് 3ാമത്തെ കാര്യമാണ്, ഈശ്വര സാധനയെക്കുറിച്ചാണ്. നമ്മൾ ഡെയിലി കുറച്ച് സമയം നമ്മളോടൊപ്പം ഇരിക്കാൻ തയ്യാറാകുക എന്നുള്ളതിൻ്റെ പേരാണ് വാസ്തവത്തിൽ ഈശ്വര സാധന, ഉപാസന എന്നാണ് അതിനെ പറയുന്നത്. ഉപസമീപേ ആസനം, നമ്മളോടൊപ്പം നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ്. അതിന് അനവധിയായിട്ടുള്ള മാർഗങ്ങൾ, ഒറ്റ മാർഗമല്ല, അനവധിയായിട്ടുള്ള മാർഗങ്ങൾ ഋഷിമാർ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന്, ഇപ്പം നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ പോലും നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ തന്ത്രയുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൺസൾട്ടേഷൻ എടുക്കുന്നവർക്കായാലും നമ്മൾ കൊടുത്തിട്ടുള്ള എന്തെങ്കിലും സ്തുതികളോ കീർത്തനങ്ങളോ ഒക്കെ എന്തുമാവാം, എന്ത് ടൂള് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ അത് കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കൺസിസ്റ്റൻസി ഇൻ സാധന. ഇപ്പോൾ ഒരു ദിവസം ചെയ്ത് പിന്നെ കുറച്ച് ദിവസത്തേക്ക് ചെയ്യത്തില്ല, സമയമില്ല എന്ന് പറഞ്ഞ് നമ്മളിതെല്ലാം ഒഴിവാക്കിയിട്ട് പിന്നെ നമ്മൾ മനസമാധാനത്തിന് വേണ്ടി അലയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ഇൻ സാധന എന്നാണ്. ആധ്യാത്മികത എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ ഒരിതിലല്ല ഇൻസ്പയർ ആവേണ്ടത്. അത്ഭുതങ്ങളുണ്ടായാൽ മാത്രമേ ഞാൻ ഈശ്വരനെ വിശ്വസിക്കത്തുള്ളൂ എന്നുള്ളതല്ല. നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്, പഠിച്ച വിദ്യ എത്ര മനോഹരമായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. കൺസിസ്റ്റൻസിയാണ് ഞാൻ വിശ്വസിക്കുന്നതാണ്. നിത്യസാധനയിൽ ഒരാളുടെ വിജയം
ഊന്നിയിരിക്കുന്നത് അത്ഭുത പ്രവർത്തികളിലല്ല, കൺസിസ്റ്റൻസിലാണ്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നിഷ്ഠയോടുകൂടി കൃത്യസമയത്ത് കുറച്ചാണെങ്കിൽ പോലും ആത്മാർത്ഥമായിട്ടും നിഷ്ഠയോടും കൂടി ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സാധന തുടങ്ങുന്നത്. പക്ഷേ ഒന്ന് മാറി സുഖങ്ങളും ദുഃഖങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൈഫാണ് എല്ലാ മനുഷ്യരുടെയും. അപ്പം നിരന്തരമായിട്ടുള്ള സാധന ചെയ്യുന്ന സമയത്ത്, നിരന്തരമായിട്ട് ഉപാസന ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മളിൽ ഒരു പരിണാമം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഒരു കല്ലിൽ നിരന്തരമായിട്ട് ജലത്തുള്ളികൾ വീഴുമ്പം കാലങ്ങൾ കൊണ്ട് അതിലൊരു ദ്വാരം ഉണ്ടാവും. അതുപോലെയാണ് നിരന്തരമായിട്ട്, കൺസിസ്റ്റൻസിയാണ്, നിരന്തരമായിട്ട് നിഷ്ഠയോടുകൂടി നമ്മളത് ചെയ്യുന്ന സമയത്ത് നമ്മളിൽ മാറ്റം ഉണ്ടാവും. 2 ദിവസം ചെയ്ത് വലിയ ക്ലാസ്സുകൾക്കൊക്കെ പോയി, വലിയ വർക്ക്ഷോപ്പുകൾക്കൊക്കെ പോയിട്ട് നമ്മളിരുന്ന് അറ്റൻഷനോടുകൂടി കൃത്യസമയം ഒരു ദിവസം, എല്ലാ ദിവസവും പരമാവധി കൃത്യസമയം പാലിച്ച് സമാധാനമായിട്ട് പോയാൽ മാറ്റങ്ങളുണ്ടാവും. അടുത്ത 365 ദിവസത്തിൽ അതൊരു പ്രധാന കാര്യമായിട്ട് എടുത്താൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാറ്റം ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. എപ്പോഴെങ്കിലും തോന്നുന്ന പോലെ ചെയ്യുക എന്നുള്ളതല്ല. അങ്ങനെ ഒരു സമയമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക, പക്ഷേ കൃത്യസമയത്ത് ചെയ്യുക തന്നെയാണ് വേണ്ടത്. പ്രയോറിറ്റി ഉണ്ടെങ്കിൽ സമയം ഉണ്ടായിരിക്കും. പ്രയോറിറ്റിയിലാണ് സമയം ഇരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഓരോ കാലങ്ങളിൽ പ്രയോറിറ്റി വരുമ്പം നമുക്ക് സമയം വരുന്നില്ലേ? അപ്പോൾ പ്രയോറിറ്റിയാണ് മെയിൻ. ആദ്യത്തെ പ്രയോറിറ്റി നമ്മളാണ്. നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വേറെ ആരും നമ്മളെ സ്നേഹിക്കില്ല. നമുക്ക് നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മളുടെ ആ ഉള്ളിലെ സ്നേഹം തന്നെ പുറത്തേക്ക് വൈബ്രേഷനായിട്ട് വരുമ്പം, ആ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പം, ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ പ്രവൃത്തി കൊണ്ട് തന്നെ മറ്റുള്ളവർ ഇൻഫ്ലുവൻസ്ഡ് ആയിക്കോളും, നമ്മളോട് ഇഷ്ടം തോന്നിക്കോളും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് എനിക്ക് പറയാനുള്ള മൂന്നാമത്തെ കാര്യം. 4-മത്തെ കാര്യം കാർമിക് ഡെപ്റ്റ് ആൻഡ് ഫോർഗീവ്നെസ് ആണ്. പൂർവജന്മ പ്രാരാബ്ധങ്ങളായിട്ട് ഋണാനുബന്ധം എന്നൊക്കെ പറയും. പൂർവജന്മ പ്രാരാബ്ധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ചില ആളുകൾ കടന്നു വരും. പലരിലും പല രൂപത്തിലായിരിക്കും വരുന്നത്. ആ വേദനിപ്പിച്ച് മുറിഞ്ഞിരിക്കുന്നവരോട് കയറാൻ കഴിയാതെ ഡിപ്രഷൻ അടിച്ച് അല്ലെങ്കിൽ നിസ്സഹായതയായി തോറ്റിരിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട്, അല്ലെങ്കിൽ ചതിക്കപ്പെട്ടിട്ട് വിശ്വാസവഞ്ചന കൊണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിച്ചത് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടും നടക്കാതെ പോയവരോട്, അങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലും പ്രതീക്ഷകൾ തന്ന് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തുമാകാം, നിങ്ങളെ ഇപ്പോൾ തളർത്തിയിരിക്കുന്ന എന്തുമാകാം, ആരുമാകാം, അവരോട് വിട്ടുകളയുക ആ വിഷയം. അത് അവർക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയാണ്, നമ്മളുടെ ഓരോരുത്തരുടെയും വിജയത്തിന് വേണ്ടിയാണ്. കാരണം നമ്മളുടെ പ്രാരാബ്ധങ്ങൾ തീർന്ന് പ്യൂരിഫൈ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റും ആ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള കർമ്മഫലം വലിച്ചിരിക്കുന്ന ആ വൈബ്രേഷനുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ ഇഷ്ടമുള്ള രൂപത്തിൽ, പല ഭാവത്തിൽ വരുന്നത്. അപ്പം നമുക്ക് അവരോട് ഭൗതികപരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വന്നിട്ടാണ് അത് വേദനയ്ക്ക് കാരണമാകുന്നത്. അറ്റാച്ച്മെൻറ്റ് വേണ്ടാന്നൊന്നുമല്ല, അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. പക്ഷേ ആ വേദന അതിൽ ക്ലിങ് ഓൺ ചെയ്ത് കിടക്കാതെ അതിൽ അറ്റാച്ച്ഡായി തന്നെ ഇരുന്നാൽ നിങ്ങളുടെ സമയം, നമ്മുടെ ഓരോരുത്തരുടെയും സമയം നഷ്ടപ്പെട്ടു പോകും. അത് വിട്ടുകളയുക. കാരണം വേറൊന്നും കൊണ്ടല്ല, അവർ വന്നതുകൊണ്ടാണ് നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. അവർ വന്നതുകൊണ്ടാണ് നമ്മൾ എത്രത്തോളം സ്റ്റാൻഡേർഡിലായിരുന്നു നിന്നിരുന്നത് എന്ന് മനസ്സിലാവുന്നത്. അവരെ പോലുള്ള ഒരാൾക്ക് പോലും നമ്മളെ നിസ്സാരമായി യൂട്ടിലൈസ് ചെയ്യാനും വിഷമിപ്പിക്കാനും കഴിയുന്ന രീതിയിൽ പതറുന്ന ഒരു ജന്മമാണ് ഞാൻ എന്ന് സ്വയം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? നമ്മുടെ ആ ഈഗോ പൊളിഞ്ഞില്ലേ? അപ്പോൾ ആ വൂണ്ട് ഹീലാവുന്നിടത്തൂടെ ഒരു ചൈതന്യം പുറത്തേക്ക് വരും. നിങ്ങളുടെ ലൈഫ് സക്സസ്സിന് വേണ്ടിയിട്ടുള്ളൊരു പോയിൻ്റാണത്. അത് നന്നായിട്ട് ഈശ്വരനെ പ്രാർത്ഥിച്ച് യൂട്ടിലൈസ് ചെയ്യുക. അതുകൊണ്ട് ഉള്ളിലിരിക്കുന്ന ഭാരം, ഉള്ളിലിരിക്കുന്ന വിഷം, ആരോടെങ്കിലും വൈരാഗ്യമോ അങ്ങനെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കണ്ട. കാരണം അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതാണ്. പക്ഷേ വിട്ട് കളഞ്ഞേക്കുക.
അത് പോട്ടെ, അത് കഴിഞ്ഞതാണ്. അത് ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു ഗുണവുമില്ല. പക്ഷേ മറക്കണ്ട, കാരണം ഇനിയൊരു പണി കിട്ടാതിരിക്കാൻ വിട്ടുകളയുക, എന്നിട്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. കാരണം അതൊരു കർമ്മക്ഷയത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. വെറുതെ വരില്ല അത്. അതിനൊരു കാരണമുണ്ട്. അത് പിന്നീട് ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു പ്യൂരിഫിക്കേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് തന്ത്രശാസ്ത്രമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനകത്ത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ആ സമയത്ത് ഞാനത് വൃത്തിയായിട്ട് പറയാം, അല്ലെങ്കിൽ വീഡിയോസായിട്ട് ഞാൻ ചെയ്യുകയും ചെയ്യാം. അതതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് വിട്ടുകളയുക എന്നുള്ളതാണ്. കഴിഞ്ഞു പോയത് കഴിഞ്ഞു. ഈ വരുന്ന പുതിയ വർഷത്തിൽ പഴയ പകയുമായിട്ട് പോകുന്നതിന് പകരം തുറന്ന ഒരു ഉരുളി പോലെ ഇരിക്കുക. അതിലേക്ക് വീഴുന്ന പാൽപ്പായസമോ ഭഗവാന് നിവേദിക്കാനുള്ള ഒരു കാര്യമായിട്ട് നമ്മുടെ മനസ്സും ഈ ജീവിതവും ഈ വർഷം ആവട്ടെ എന്നുള്ളതാണ്. ജീവിതം തന്നെയാണ് ഭഗവാന് നിവേദിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ട്? നിവേദ്യത്തിൻ്റെ ഒരു തത്വവും അങ്ങനെ തന്നെയാണ്. നമ്മുടെ സങ്കല്പം ഭഗവാന് കൊടുക്കുന്നത് നമ്മൾ വഴിപോലെ പാടുപെട്ടുണ്ടാക്കിയ ഒരു അംശത്തെയാണ് വഴിപാടായിട്ട് ഭഗവാന് സമർപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെയാണ് ഭഗവാന് സമർപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഈശ്വരനെ സമർപ്പിക്കേണ്ടത്. അത് വാസ്തവത്തിൽ നമ്മളെ തിരിച്ചറിയുന്നതാണ്. എന്തിനാണ് ഇത്രയും വലിയൊരു ഈശ്വരനെ നമ്മളെ സമർപ്പിക്കേണ്ടതെന്നല്ല, നമ്മളുടെ അടുത്ത് സറണ്ടർ കഴിയുമ്പം, നമ്മൾ ആ ഈഗോ മാറിക്കഴിയുമ്പം, ആ ഉള്ളിലെ കോൺഫ്ലിക്റ്റുകൾ കുറഞ്ഞു കഴിയുമ്പം അവിടെ ഈശ്വരീയ ചൈതന്യം വരികയും നമ്മളെ തിരിച്ചറിയുകയും ഉയർന്ന ഒരു ലോകത്തിലേക്ക്, ഉയർന്ന ഒരു തലത്തിലേക്ക് നമ്മളെത്തുകയും നമുക്കപ്പോൾ നമ്മുടെ ലോകത്തോടുള്ള കാഴ്ചപ്പാടുകൾ മാറുകയും പെർസെപ്ഷൻസ് മാറുകയും ചെയ്യും. അത് ശക്തമായിട്ടുള്ള സക്സസ്സും സാമ്പത്തികവും അതുപോലെ തന്നെ ഭൗതികവും ആധ്യാത്മികമായിട്ടുള്ള സക്സസ്സും, അതിനേക്കാൾ ഉപരി ഇതെല്ലാം അനുഭവിക്കാനുള്ള യോഗം, ആസ്വദിക്കാനുള്ള യോഗവും കൂടി ഉണ്ടാവുകയും ചെയ്യും. തൃപ്തരായിരിക്കും എന്നുള്ളതാണ്. അടുത്തത് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ധർമ്മം രക്ഷതി രക്ഷിത എന്ന് പറയുന്ന ഭാരതീയ സങ്കല്പത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ധർമ്മം നമ്മൾ സംരക്ഷിച്ചാൽ ധർമ്മം നമ്മളെയും സംരക്ഷിക്കും എന്നുള്ളതാണ്. ധർമ്മത്തിലൂടെ അർത്ഥം സമ്പാദിച്ച് കാമമോക്ഷങ്ങളെ നേടുക എന്നുള്ളതാണ് ഭാരതീയ ഫിലോസഫിയുടെ അടിസ്ഥാനം. അതായത് മൊറാലിറ്റിയിലൂടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് അതിലൂടെ അർത്ഥം സമ്പാദിച്ച് ധനവും അറിവും ഒക്കെ സമ്പാദിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കുക എന്നുള്ളതാണ്. കുറുക്കുവഴികൾ തേടി പോവാതിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈശ്വര സാധനയിൽ കുറുക്കുവഴികൾ തേടിപ്പോയാൽ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അസുരന്മാർ തപസ് ചെയ്താലും ഈശ്വരൻ അനുഗ്രഹിക്കും. കാരണം കുറുക്ക് വഴികളിൽ കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് അതിനുള്ള ഫലം ഉണ്ടാവും. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അസുരന്മാർ തപസ് ചെയ്താലും അത് വരും, ഉറപ്പാണത്. പക്ഷെ അനുഭവയോഗം ഉണ്ടാവില്ല. അത് ആസ്വദിക്കാൻ ഒരുപാടുണ്ടാവും. മറ്റുള്ളവരെയൊക്കെ കാണിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത്. അത് നിങ്ങൾക്ക് ആസ്വദിക്കാനോ അനുഭവിക്കാനോ മനസ്സിലൊരിക്കലും പറ്റില്ല. ഭൂമിയിൽ അത് സമ്മതിക്കില്ല. ഇങ്ങനെ പിടച്ചോണ്ടിരിക്കും, എപ്പോഴും പിടച്ചോണ്ടിരിക്കും. അതുകൊണ്ടാണ് അസുരന്മാർ ആ ഇൻസെക്യൂരിറ്റി കാരണം എന്നെ അവിടെ വെച്ച് കൊല്ലരുത്, ഇവിടെ വെച്ച് കൊല്ലരുത് എന്നൊക്കെ പറയുന്നത്. പുരാണകഥകൾ നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നടക്കും, അതിൽ സംശയമില്ല. അത്ര ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും എഫേർട്ട് ഇടുകയും ചെയ്താൽ നടക്കും. എക്സ് ഓർ വൈ അതെന്തുമാവാം. പക്ഷേ അവിടെ ധർമ്മമില്ലെന്നുണ്ടെങ്കിൽ അനുഭവയോഗം ഉണ്ടാവില്ല. എപ്പോഴും ഒരു ഭയം എങ്ങനെ ഉണ്ടാവും, ഇതെന്താവും ഏതാവും എന്നുള്ളത്. വിട്ടുകളയാനോ അല്ലെങ്കിൽ ഒരു വീഴ്ച വന്നാലോ ഒന്നും ധർമ്മത്തിലൂന്നി നിൽക്കുന്ന ഒരാളിന് വിറയിൽ വരില്ല. വിറയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യാത്രയിൽ ഈ നിമിഷം വരെ ഭയമുണ്ടെങ്കിൽ അധർമ്മം ഉണ്ട് എന്നുള്ളതാണ്. എവിടെയോ ധർമ്മം ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം കുറുക്കു വഴികൾക്ക് പുറകെ പോകാതെ ചില കഠിനമായിട്ടുള്ള ജീവിതാനുഭവങ്ങളും കുറച്ച് കഷ്ടപ്പാട് കൂടുതലുള്ള സാഹചര്യങ്ങൾ വരുമ്പം മനുഷ്യന് സ്വാഭാവികമായിട്ടും മുഷിപ്പുകളുണ്ടാവാം, പ്രശ്നങ്ങൾ വരാം. പക്ഷേ അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ, ക്ഷമയോട് മുന്നോട്ട് പോയാൽ, നിരന്തരമായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസിയോടുകൂടി നിരന്തരമായിട്ട് സാധന ചെയ്തും ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ആത്മാർത്ഥത ഈ പ്രപഞ്ചത്തിൽ പ്രതിഫലിക്കുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇവിടെ ധർമ്മത്തിലൂടെ കിട്ടുന്ന ഒരു വിജയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങൊന്നും നേടാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ഒരു തൃപ്തിയും വേറെ എങ്ങൊന്നും
കിട്ടത്തില്ല എന്നുള്ളപ്പം മാനിപ്പുലേഷൻ എല്ലാവരെയും ചെയ്യാം. നമ്മളെക്കാളും കഴിവ് കുറഞ്ഞവരെ മറ്റുള്ളവരെ മനസ്സിലാക്കി വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ എല്ലാം എനർജി വൈബ്രേഷൻസ്, ഇതിൻ്റെ എല്ലാം ഇൻഫ്ലുവൻസ് പ്രപഞ്ചത്തിലുണ്ടാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു വീക്ക് പോയിൻറ്റിലേക്ക് ഈ മാനിപ്പുലേഷൻ്റെ എഫക്റ്റ് വരും, നമുക്കവിടെ അടി കിട്ടുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാം തികഞ്ഞവരില്ലാത്തത് കൊണ്ട് തന്നെ തികയാത്ത പോയിൻറ്റിലാണ് കർമ്മഫലം കാത്തു വെച്ചിരിക്കുന്നതെന്ന് പറയും. കർമ്മഫലത്തിൻ്റെ ആയുധം കാത്തു വെച്ചിരിക്കുന്നതെന്ന് പറയും. അതുകൊണ്ട് ഇച്ചിരി വെയിറ്റ് ചെയ്താലും ഇച്ചിരി കഷ്ടപ്പെട്ടാലും സ്ട്രൈറ്റായിട്ട് പോവുക, സത്യസന്ധമായിട്ട് പോവുക, ഭംഗിയായി വരും. നാളെ മുതലങ്ങ് സത്യസന്ധയാവുക എന്നുള്ളതല്ല, ചെറിയ 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 കാര്യങ്ങളിൽ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ മാറ്റമുണ്ടാക്കിയാൽ വിജയം ഉറപ്പായി വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയിൽ കുറുക്കുവഴികൾ തേടി പോകരുത്, ഷോർട്ട് കട്ട്സ് തേടി പോകരുത്. എന്താണെന്ന് ചോദിച്ചാൽ സത്യത്തെ അന്വേഷിക്കാൻ വളഞ്ഞ വഴികളില്ല എന്നുള്ളതാണ്. ചില മാർഗങ്ങൾ ലളിതവും ചില മാർഗങ്ങൾ നല്ലതാണെന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും സ്വഭാവം അനുസരിച്ചാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് അനവധി മാർഗങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ളതും. ഒരെണ്ണം മാത്രമാണ് ശരിയെന്ന് പറയുന്നതും അല്ല എൻ്റെ പദ്ധതി മാത്രമാണ് ശരിയെന്ന് പറയുന്നതും ഒക്കെ സംഘർഷങ്ങൾക്ക് കാരണമാകും. സ്വാതന്ത്ര്യമാണ് സ്പിരിച്വാലിറ്റിയുടെ അടിസ്ഥാന സ്വരൂപം എന്നുള്ളത്. നമ്മുടെ പദ്ധതി നമുക്ക് ശരിയായിരിക്കും, നല്ലതായിരിക്കും, പക്ഷേ എല്ലാവർക്കും അത് സൂട്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രതിസന്ധികൾ വരുമ്പം വളഞ്ഞ വഴികൾ ചിന്തിക്കാതെ സാധന കൃത്യമായിട്ട് പഠിച്ച് കൃത്യമായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ കുറച്ച് സമയമെടുത്താലും, കുറച്ച് സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ്. ഇൻസ്റ്റൻറ്റ് ഫുഡ്, ഇൻസ്റ്റൻറ്റ് മണി എന്നൊന്നും പറയുന്ന പോലെ പെട്ടെന്ന് കിട്ടുന്നൊരു സാധനം അല്ല ഇത്. അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് ക്ഷമയില്ല. ക്ഷമ പഠിക്കാനും കൂടിയുള്ളൊരു ട്രെയിനിങ് ആയിട്ട് കരുതിയാൽ മതി. പ്രത്യേകിച്ച് സാധന നിരന്തരമായിട്ട് ചെയ്യുമ്പം പതിയെ പതിയാണ് മാറ്റങ്ങൾ വരുന്നത്. പെട്ടെന്നൊരു മാറ്റം വരിക എന്ന് പറയുന്നത് അത്യപൂർവമായിട്ടുള്ള ചില ആൾക്കാരിൽ മാത്രം നടക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് വളഞ്ഞ വഴികളോ കുറുക്കു വഴികളോ വെച്ചുകൊണ്ട് സത്യത്തെ അറിയാൻ പോയാൽ നമുക്ക് കിട്ടുന്ന വഴികളും അതുപോലെ ആയിരിക്കും. അത് നമുക്ക് നാശത്തിന് കാരണമാകും. കാരണം നമ്മളെ തിരിച്ചറിയാൻ പറ്റാതെ പോവുകയും ചെയ്യും എന്നുള്ളതാണ്. അതും ശ്രദ്ധിക്കേണ്ടതാണ് ഈ വർഷം. കേട്ടല്ലോ? ഉപാസനയിലൂടെയും സാധനയിലൂടെയും അവരവരുടേതായിട്ടുള്ള ആത്മീയ തേജസ് ഉണർത്തി മുന്നോട്ട് പോകാനും ആ ആത്മീയ തേജസ്സിൻ്റെ അംശം നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമായി തീരാനും സർവേശ്വരിയായിട്ടുള്ള മഹാഭൈരവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാഭൈരവ സമേതനായിരിക്കുന്ന സാക്ഷാൽ ശ്രീഭൈരവി അനുഗ്രഹിക്കട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് 2026 എന്ന് പറയുന്ന ഈ വർഷം ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ 2026 ഡിസംബറിൽ ഞാൻ വരും. അന്ന് നമ്മൾ സംസാരിക്കും. അന്ന് മാറ്റം ഉണ്ടായിട്ടിരിക്കും. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ കൺസിസ്റ്റൻസിയോട് കുറേശ്ശെയായിട്ട് ചെയ്താൽ മതി. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഹെൽത്ത് ഒരു വലിയ കാര്യമാണ്. ശരീരം നന്നായിട്ട് സംരക്ഷിക്കുക. കുറച്ച് നേരം അതിന് മാറ്റിവെക്കുക. കുറച്ച് നേരം നിങ്ങൾ നന്നായി ഉറങ്ങുക. കുറച്ച് നേരം സാധനയ്ക്ക്, കുറച്ച് നേരം ഹെൽത്തിന്, കുറച്ച് നേരം സമാധാനമായിട്ടൊക്കെ ഇരുന്നാലും വായിക്കാനും ഒക്കെ ആയിട്ടും ചുറ്റുപാടുകളും നടക്കുന്ന കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ട് മുടക്കി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ട് ഉറങ്ങി സ്വസ്ഥമായിട്ടിരിക്കാൻ ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് 2026 പുതിയൊരു വിഷയമായിട്ട് കാണാം. നമസ്കാരം.